BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ഒരുക്കം പൂർണ്ണം. ഫെബ്രുവരി അവസാനത്തോടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകും. ഇതിന്റെ ഭാഗമായി ഹൃദ്രോഗികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള ഹാർട്ട് ഫെയിൽ ക്ലിനിക്കിന് തുടക്കമായി. താൽപ്പര്യമുള്ള രോഗികൾക്ക് 8891924136 എന്ന നമ്പറിലോ 8075812459 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നിലവിൽ സൗജന്യമായി ശസ്ത്രക്രിയ നടത്താനാണ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ തീരുമാനം. ഡിസംബർ 1 കേരള സ്റ്റേറ്റ് ടിഷ്യൂ ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ലൈസൻസ് ലഭിച്ചതോടെയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന സ്ഥാപനത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചത്. നിലവിൽ പ്രതിമാസം ചെറുതും വലുതുമായ 60ഓളം കാർഡിയോ തെറാസിക് സർജറി നടത്തുന്ന സർക്കാർ മേഖലയിലുള്ള പ്രധാന ആശുപത്രികളിലൊന്നാണ് എറണാകുളം ജനറൽ ആശുപത്രി. കെഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 70 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം പ്രവർത്തിക്കുന്നത്. അത്യാധുനികമായ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം സ്ഥാപിച്ചതായും അധികൃതർ വ്യക്തമാക്കി. കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ബ്രഹ്മപുരം സമഗ്ര ഖരമാലിന്യ പരിപാലന മാസ്റ്റർ പ്ലാൻ കൗൺസിൽ അവതരിപ്പിച്ചു. ബ്രഹ്മപുരത്ത് ശാസ്ത്രീയമായ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, വിജ്ഞാന കേന്ദ്രം തുടങ്ങിയ പദ്ധതികളടങ്ങുന്ന മാസ്റ്റർ പ്ലാനാണ് കൊച്ചി കോർപ്പറേഷനു വേണ്ടി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടും ശുചിത്വ മിഷനും ചേർന്ന് തയ്യാറാക്കിയത്. 706 കോടിയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. ലോകബാങ്കിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി. മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് PPP മാതൃകയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. RDF പ്ലാന്റ്, വിൻഡോ കമ്പോസ്റ്റ് പ്ലാന്റ്, മാലിന്യ ഊർജ്ജോൽപാദന പ്ലാന്റ്, കെട്ടിട നിർമ്മാണ പൊളിറ്റിക്കൽ മാലിന്യ പുനരുപയോഗ പ്ലാന്റ്, ഫെക്കൽ സ്ലഡ്ജ് സംസ്കരണ പ്ലാന്റ്, മാലിന്യ സംസ്കരണ ലിറ്റർ സംസ്കരണ പ്ലാന്റുകൾ, സോളാർ പ്ലാന്റ് എന്നിവയാണ് പുതുതായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുക. നിലവിൽ 2 BSF പ്ലാന്റുകളും ഫെക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ബ്രഹ്മപുരത്തുണ്ട്. BPCLന്റെ CNG പ്ലാന്റ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബ്രഹ്മപുരത്തെത്തുന്ന ജൈവ അജൈവ മാലിന്യങ്ങളുടെ അളവ് വെയ്ബ്രിഡ്ജ് ഉപയോഗിച്ച് കണക്കാക്കും. ജൈവ മാലിന്യങ്ങൾ ഇവ സംസ്കരിക്കാൻ കഴിയുന്ന CNG ഉൾപ്പെടെയുള്ള പ്ലാന്റുകളിലേക്കും അജൈവ മാലിന്യങ്ങൾ ഇതിനായുള്ള പ്ലാന്റിലേക്കും എത്തിച്ച് സംസ്കരിക്കും. മാലിന്യ സംസ്കരണ രംഗത്ത് പുതുപാത തുറക്കുകയാണ് കോർപ്പറേഷൻ എന്ന് മേയർ M. അനിൽകുമാർ പറഞ്ഞു. ഈ മാതൃക കേരളത്തെയാകെ സ്വാധീനിക്കും. 706 കോടിയുടെ പദ്ധതിയാണെങ്കിലും ആദ്യഘട്ടത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് RDF പ്ലാന്റ്, വിൻഡോ കമ്പോസ്റ്റ് പ്ലാന്റ്, വെയ്ബ്രിഡ്ജ് റോഡുകൾ, പാർക്ക്, ഗാരേജ്, ശുചിമുറികൾ എന്നിവയാണ്. ഇതിനായുള്ള തുക കണക്കാക്കി ആദ്യഘട്ട പദ്ധതി തയ്യാറാക്കും. 2ാം ഘട്ടത്തിലാകും മാലിന്യ ഊർജ്ജോൽപാദന പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. മാലിന്യ ഊർജ്ജോൽപാദന പ്ലാന്റിന് സംസ്ഥാന സർക്കാർ നയപരമായ തീരുമാനമെടുക്കാമെന്ന് അറിയിച്ചത്. RDF പ്ലാന്റിന് സംസ്ഥാന വിഹിതം ലഭിക്കും. പ്രതിപക്ഷം ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. പുറംകടലിൽ തീരരക്ഷാസേന അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിസ്മയിപ്പിക്കുന്ന ജീവൻ രക്ഷാ അഭ്യാസ പ്രകടനങ്ങളാണ് അരങ്ങേറിയത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥാപക ദിനത്തിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ഗവർണർ. കൊച്ചി ലക്ഷദ്വീപ് മാഹി മേഖലയിലെ രാജ്യരക്ഷാ ദൗത്യമാണ് തീരരക്ഷാസേന കൊച്ചി റീജിയണിൻ്റേത്. രക്ഷാസേനയുടെ സമർത്ഥ കപ്പലിൽ കമാൻഡർ DIG രവി ഗവർണർ R. വിശ്വനാഥൻ ആർലേക്കറെ സ്വാഗതം ചെയ്തു. തുടർന്ന് തീരരക്ഷാസേനയുടെ ഗാർഡ് ഓഫ് ഹോണർ നൽകി എതിരേറ്റു. പുറംകടലിൽ രക്ഷാസേനാംഗങ്ങൾക്കൊപ്പം കപ്പൽ യാത്ര ചെയ്ത ഗവർണർ കടലിൽ തീരരക്ഷാസേന വിവിധ ഘട്ടങ്ങളിൽ നടത്തുന്ന ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ ഇതര കപ്പലുകൾ, ബോട്ടുകൾ, വിമാനങ്ങൾ എന്നിവയും പ്രകടനങ്ങളിൽ അണിചേർന്നു. കടൽ കൊള്ളക്കാരുടെ കപ്പൽ ഹെലികോപ്റ്ററിലെത്തി കീഴടക്കുന്ന പ്രകടനവും ശ്രദ്ധേയമായിരുന്നു. ഹെലികോപ്റ്ററിലെത്തുന്ന രക്ഷാപ്രവർത്തകർ വെള്ളത്തിൽ വീണയാളെ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ തീരരക്ഷാസേനയുടെ
സംഘടനയുടെ ധീരത അടയാളപ്പെടുത്തി. കപ്പലിൽ ലാൻഡ് ചെയ്യുന്ന ഹെലികോപ്റ്ററും വെള്ളത്തിൽ വീണ ആളുകളെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നതും ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളും അവതരിപ്പിച്ചു. ഡോർണിയർ വിമാനങ്ങളിൽ എത്തി നടത്തുന്ന രക്ഷാദൗത്യവും അവതരിപ്പിച്ചു. ഹെലികോപ്റ്ററുകളും ചെറുവിമാനങ്ങളും പറന്നെത്തി സല്യൂട്ട് നൽകി. തീരരക്ഷാസേന കപ്പലുകൾ നീണ്ട നിരയായി എത്തി സല്യൂട്ട് നൽകിയതും ശ്രദ്ധേയമായ കാഴ്ചയായിരുന്നു. ഇരുചക്ര വാഹനങ്ങളും മറ്റും പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ പിടിയിലായതോടെ നൂറുകണക്കിന് ആളുകൾ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അടക്കം പരാതിയുമായി എത്തി. വെള്ളിയാഴ്ച അറസ്റ്റിലായ തൊടുപുഴ കുടയത്തൂർ കോളപ്ര ചക്കലത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. അനന്തകൃഷ്ണൻ അറസ്റ്റിലായെന്ന വാർത്ത പുറത്തുവന്നതോടെ ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൂറുകണക്കിന് പരാതികളാണ് എത്തുന്നത്. ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പും പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആയിരക്കണക്കിന് പേരിൽ നിന്നാണ് ഇയാൾ പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ സംഘടന രൂപവൽക്കരിച്ച് ഇതിന് വളണ്ടിയർമാരായി പ്രദേശത്തെ അറിയപ്പെടുന്നവരെ ഉൾപ്പെടുത്തിയാണ് പണം സമാഹരിച്ചത്. ആദ്യമെല്ലാം നിശ്ചിത സമയത്തിനുള്ളിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ വിശ്വസിച്ചാണ് പലരും പണം നൽകിയത്. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. എന്നാൽ ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ല എന്ന് ചോദ്യം ചെയ്യലിൽ അനന്തു സമ്മതിച്ചിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ പറഞ്ഞ സമയത്ത് ലഭിക്കാതെ വന്നതോടെ 4 മാസം മുൻപ് മൂവാറ്റുപുഴ സ്വദേശിനി അടക്കം നൽകിയ പരാതിയിലാണ് ഇയാൾ പിടിയിലായത്. ഇതിനിടെ മറ്റു ചിലർ പരാതിയുമായി രംഗത്ത് വന്നെങ്കിലും അവർക്ക് പണം തിരിച്ചു നൽകി പ്രശ്നം പരിഹരിച്ചിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.